2 വാലൻസ് ഇലക്ട്രോണെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സ്പെക്ട്രൽ നൊട്ടേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയാണ് 2 ഇലക്ട്രോൺ വരുന്ന കേസിൽ, 2 വാലൻസ് ഇലക്ട്രോണിൽ 2 ഇലക്ട്രോൺ വരുന്ന കേസിലുള്ള കാര്യമാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് 2 ഇലക്ട്രോണാണ് വരുന്നത്. സോ ഒന്നാമത്തെ ഇലക്ട്രോൺ എന്ന് പറഞ്ഞത് L1 എന്ന് പറയുന്ന ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ ആയിരിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് x1 ആയിരിക്കും. രണ്ടാമത്തത് L2 എന്ന് പറയുന്ന ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ ആയിരിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് S2 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കേസിൽ L പ്ലസ് എക്സ് കാണാൻ വേണ്ടി നമുക്ക് എല്ലിൻ്റെ വാല്യൂ ആദ്യം കണ്ടെത്തണം. അപ്പോൾ L നമ്മൾ കണ്ടെത്തുന്നത് ബൈ LL കപ്ലിംഗ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ക്യാപിറ്റൽ L നമ്മൾ കണ്ടെത്തുന്നത്. എക്സ് നമ്മൾ കണ്ടെത്തുന്നത് XS കപ്ലിംഗ് വെച്ചിട്ടാണ്. അപ്പോൾ 2 പ്രോസസ്സ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യണം. ആദ്യം നമ്മൾ LL കപ്ലിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. L1 L2 എന്ന് പറയുന്നത് 2 ഇലക്ട്രോൺസിൻ്റെ ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ ആണെങ്കിൽ ക്യാപിറ്റൽ L is equal to മോഡുലസ് ഓഫ് L1 പ്ലസ് L2 is ടെൻസ് ടു L1 മൈനസ് L2. ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് എടുക്കാനുള്ള മോഡുലസ് എടുക്കാനുള്ള കാരണം ചിലപ്പോൾ L2 ഈസ് ഗ്രേറ്റർ ദാൻ L1 ആവാം, അല്ലെങ്കിൽ L1 ഈസ് ഗ്രേറ്റർ ദാൻ L2 ആവാം. ബട്ട് ഇറ്റ് വിൽ ബി ടേക്കൻ ആസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി, ഓൺലി ദ പോസിറ്റീവ് ക്വാണ്ടിറ്റി. ഓക്കെ. അപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു PP സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യാം. PP സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഒരു ഇലക്ട്രോണ് P എന്ന് പറയുന്ന ഷെല്ലിലും മറ്റൊരു ഇലക്ട്രോൺ P എന്ന് രണ്ടും P ആണ്. അപ്പോൾ L1 is equal to 1, L2 is equal to 1. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ L എന്ന് പറഞ്ഞത് L1 പ്ലസ് L2 മുതൽ L1 മൈനസ് L2 വരെ, അതായത് 2, 1, 0 വരെ ആയിരിക്കും ക്യാപിറ്റൽ Lൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. PD സിസ്റ്റം നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ഇലക്ട്രോൺ എന്നത് Pയിലാണ്, ദറ്റ് ഈസ് 1. രണ്ടാമത്തെ ഇലക്ട്രോൺ Dയിലാണ്, ദറ്റ് ഈസ് 2. അപ്പോൾ മോഡുലസ് ഓഫ് ക്യാപിറ്റൽ L എന്ന് പറഞ്ഞത് L1 പ്ലസ് L2 3, L1 മൈനസ് L2 ദറ്റ് ഈസ് -1 1. അപ്പോൾ 3, 2, 1 എന്നതായിരിക്കും ഇതിൻ്റെ കേസിലുണ്ടാവുക. ഇവിടെ നമുക്ക് L2 ഈസ് ഗ്രേറ്റർ ദാൻ L1 ആണ്. അപ്പോൾ 1 മൈനസ് 2 -1 ആണ് വരുന്നത്. മോഡുലസ് എടുക്കുമ്പോൾ എന്തായിട്ട് മാറി, 1 ആയിട്ട് മാറും. അപ്പോൾ L is equal to 3, 2, 1 എന്നതായിരിക്കും. ഓക്കെ. ഇനി ഒരു SS സിസ്റ്റം നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു എക്സാമ്പിൾ ചെയ്യാം. SS സിസ്റ്റം L1 is equal to 0, L2 is equal to 0, ക്യാപിറ്റൽ L is equal to 0. കാരണം രണ്ടും 0 ആയതുകൊണ്ട് ദർ ഇസ് നോ ചാൻസ്. ഓക്കെ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ക്യാപിറ്റൽ L ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ നമ്മൾ കണ്ടെത്തുന്നത്, ആംഗുലർ മൊമെൻറ്റ് നമ്മൾ കണ്ടെത്തുന്നത് ഫ്രം ദിസ് LL കപ്ലിംഗ്. അടുത്തത് SS കപ്ലിംഗ്. SS കപ്ലിംഗ് കാണാൻ വേണ്ടി ടോട്ടൽ സ്പിൻ ക്വാണ്ടം നമ്പർ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ X കാണുന്നത്. അതായത് ഒന്നാമത്തെ ഇലക്ട്രോണിൻ്റെ സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് X1 ഉം രണ്ടാമത്തെ കേസിൽ S2 ആണെങ്കിൽ X is equal to മോഡുലസ് ഓഫ് X1 പ്ലസ് S2 മുതൽ മോഡുലസ് ഓഫ് X1 മൈനസ് S2 വരെ ആയിരിക്കും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. നോർമലി ഒരു ഇലക്ട്രോണിൻ്റെ സ്പിൻ ക്വാണ്ടം നമ്പർ 1/2 ആണ്, മറ്റേതും 1/2 ആണെങ്കിൽ നോർമലി എങ്ങനെ ഉണ്ടാവുക, കാരണം അപ്പും ഡൗണും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒന്ന് പ്ലസ് ഹാഫും മറ്റതും പ്ലസ് ഹാഫ് തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് X എന്ന് പറഞ്ഞത് ദറ്റ് ഈസ് 1/2 പ്ലസ് 1/2 1, 1/2 മൈനസ് 1/2 0. അപ്പോൾ X is equal to 1, 0 എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ ടോട്ടൽ സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം കാണണം, അതായത് LS കപ്ലിംഗ്. LS കപ്ലിംഗ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓർ റസൽ, ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട്, റസൽ സാൻഡേഴ്സ് കപ്ലിംഗ്. അപ്പോൾ നമ്മൾ LL കപ്ലിംഗ് വെച്ച് നമ്മൾ ക്യാപിറ്റൽ L കാണുന്നു, SS കപ്ലിംഗ് വെച്ച് നമ്മൾ ക്യാപിറ്റൽ X കണ്ടു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം അക്കോർഡിംഗ് ടു LS കപ്ലിംഗ് നമുക്ക് എന്ത് കിട്ടും, മോഡുലസ് ഓഫ് L പ്ലസ് എക്സ് മുതൽ മോഡുലസ് ഓഫ് L മൈനസ് എക്സ് വരെ നമുക്ക് കിട്ടും. ദിസ് ഈസ് ദ വാല്യൂ ഫോർ ദ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം. ഓക്കെ. അപ്പോൾ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതി സെയിം തന്നെയാണ്, അതായത് LJ2x+1 എന്നുള്ള രീതി തന്നെയാണ്. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ എന്ത് ചെയ്യും, വ്യക്തമാവും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എക്സാമ്പിൾ എടുക്കാൻ പോകുന്നത് PD സിസ്റ്റമാണ്. PD സിസ്റ്റമാണ് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ PD സിസ്റ്റം ആകുമ്പോൾ ഒന്നാമത്തെ ഇലക്ട്രോൺ ഉൾക്കൊള്ളുന്നത് P, അതായത് 1. രണ്ടാമത്തെ ഇലക്ട്രോൺ ഉൾക്കൊള്ളുന്നത് D, ദറ്റ് ഈസ് 2. ഒന്നാമത്തെ ഇലക്ട്രോണിന് Pയിലാണ്, സോ 1/2. രണ്ടാമത്തെ ഇലക്ട്രോണിൻ്റെ സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് 1/2.
അപ്പോൾ ആദ്യം നമുക്ക് എൽ കപ്ലിംഗ് ചെയ്യാം. ക്യാപിറ്റൽ എൽ ഇസ് ഈക്വൽ ടു L1 പ്ലസ് L2 മുതൽ മോഡുലസ് ഓഫ് L1 മൈനസ് L2 വരെ, ദാറ്റ് ഈസ് 3, 2, 1. ഇനി ക്യാപിറ്റൽ എക്സ് കാണണം ബൈ SS കപ്ലിംഗ് X1 പ്ലസ് S2 മുതൽ X1 മൈനസ് S2 വരെ, ദാറ്റ് ഈസ് 0, 1. ഇനി നമുക്കിതിൻ്റെ കോമ്പിനേഷനായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സ്പെക്ട്രൽ നൊട്ടേഷൻ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ കോമ്പിനേഷനാണ്. ഫസ്റ്റ് നമ്മൾ L ഇസ് ഈക്വൽ ടു 3 എടുക്കുക, X ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് മൾട്ടിപ്ലിസിറ്റിയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു ബോക്സ് ഉണ്ടാക്കാം. മൾട്ടിപ്ലിസിറ്റി ദാറ്റ് ഈസ് 2x പ്ലസ് 1. നമ്മൾ എല്ലിൻ്റെ വാല്യൂ എക്സിൻ്റെ വാല്യൂ കാണുന്നു, മൾട്ടിപ്ലിസിറ്റി കാണുന്നു. അത് കഴിഞ്ഞ് ജെയുടെ വാല്യൂ നമ്മൾ കാണുന്നു ബൈ LS കപ്ലിംഗ്, ദെൻ റെപ്രസെൻറ്റേഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് കോമ്പിനേഷൻ 3, 0, രണ്ടാമത്തെ കോമ്പിനേഷൻ 3, 1, മൂന്നാമത്തെ കോമ്പിനേഷൻ 2, 0, 2, 1, 1, 0, 1, 1 എന്നിങ്ങനെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് L ഇസ് ഈക്വൽ ടു 3, J ഇസ് ഈക്വൽ ടു 0. ഇപ്പോൾ ജെയുടെ വാല്യൂ എന്ന് പറഞ്ഞത് L പ്ലസ് എക്സ് മുതൽ L മൈനസ് എക്സ് വരെ, ദാറ്റ് ഈസ് 3. സോ മൾട്ടിപ്ലിസിറ്റിയാണ് നമ്മൾ എഴുതുന്നത്, ദാറ്റ് ഈസ് 1. 2x പ്ലസ് 1 ആണ്, എക്സ് ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ 1 വരും. ജെയുടെ വാല്യൂ എന്ന് പറഞ്ഞത് മോഡുലസ് ഓഫ് L പ്ലസ് എക്സ് മുതൽ മോഡുലസ് ഓഫ് L മൈനസ് എക്സ് വരെയാണ്. അപ്പോൾ 3 പ്ലസ് 0 മുതൽ 3 മൈനസ് 0 വരെ, ദാറ്റ് ഈസ് 3. റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞത് LC3 ആണ്. അപ്പോൾ P P ആണ് ഇവിടെ വരുന്നത്. സോറി, L ഇസ് ഈക്വൽ ടു 3 ആകുമ്പോൾ D ആണ്, D അല്ല F സോറി F ആണ്. ജെയുടെ വാല്യൂ 3 ആണ്, മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1F3 ആയിരിക്കും ഇതിൻ്റെ കേസിലുള്ള സ്പെക്ട്രൽ നൊട്ടേഷൻ എന്ന് പറയുന്നത്. അടുത്ത കേസ് 3, 1. 3, 1 എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് എത്ര വരും? 2 ഇൻറ്റു എക്സ് പ്ലസ് 1, 1, 2 ഇൻറ്റു എസ് പ്ലസ് 1, ദാറ്റ് ഈസ് 3 വരും. ജെയുടെ വാല്യൂ വരുന്നത് 3 പ്ലസ് 1, 3 മൈനസ് 1, 2. അപ്പോൾ 4, 3, 2. റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞത് L 3 ആണ്, F 4, 3, 2. മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞത് 3. ഓക്കെ, അടുത്ത കേസ് നോക്കാം. 2, 0. അപ്പോൾ മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞത് 1 ആണ് വരുന്നത്. ജെയുടെ വാല്യൂ എന്ന് പറഞ്ഞത് 2 വരും. റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞത് D2, 1, 1D2 എന്ന് വരും. 2, 1. മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞത് 3 വരും. ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 പ്ലസ് 1, 3, 2 മൈനസ് 1, 1. അപ്പോൾ 3, 2, 1 എന്ന് വരും. റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞത് D3, 2, 1. മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞത് 3. അടുത്ത കേസിൽ മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞത് 1 വരും. വാല്യൂ എന്ന് പറഞ്ഞത് 1 വരും. 1P1. ഇവിടെ 3 വരും, ദാറ്റ് ഈസ് 2, 1, 0 വരും, ദാറ്റ് ഈസ് 3P2, 1, 0. ഈ രീതിയിലേക്ക് നമുക്ക് റെപ്രസെൻറ്റേഷൻ കിട്ടാം. ഓക്കെ, അപ്പോൾ റെപ്രസെൻറ്റേഷൻ ഇവിടെ 1F3, 3F4, 3, 2 ഈ രീതിയിലാണ് നമുക്ക് റെപ്രസെൻറ്റേഷൻ ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം പറയാൻ പറ്റും. മൾട്ടിപ്ലിസിറ്റി 1 എന്ന് പറഞ്ഞാൽ ജെയുടെ വാല്യൂ 1 ആയിരിക്കും. മൾട്ടിപ്ലിസിറ്റി 3 എന്ന് പറയുമ്പോൾ 3 വാല്യൂസ് വരുന്നുണ്ട്. അപ്പോൾ മൾട്ടിപ്ലിസിറ്റി ഉദ്ദേശിക്കുന്ന നമ്പർ ഓഫ് ഐഗൺ സ്റ്റേറ്റാണ് നമ്മൾ പറഞ്ഞു. സോ ഐഗൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ. ഇവിടെ 3 ഉണ്ട്, 3 ആംഗുലാർ മൊമെൻ്റ് ഉണ്ട്. ഇവിടെ 1 ഉള്ളൂ, അപ്പോൾ ഒരു ആംഗുലാർ മൊമെൻ്റേ ഉള്ളൂ. ഇവിടെ 3 ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ, മൾട്ടിപ്ലിസിറ്റി 3 വരുന്നുണ്ട്. അപ്പോൾ 3 ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. 1, 4, 5, 5, 3, 8, 9, 12. മൊത്തം 12 ലെവൽസാണ് ഇതിൻ്റെ കേസിൽ. അതായത് 12 ഐഗൺ സ്റ്റേറ്റ് ആണ് ഒരു PD സിസ്റ്റത്തിൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത് നമുക്കറിയാം. അതായത് ഒരു PD സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 12 ലെവൽസുകൾ എന്തുണ്ട് അവിടെ ഫോം ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. 12 ലെവൽസ്. ഇനി നമുക്ക് കൂടുതൽ എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് ഒരു SS സിസ്റ്റം കൂടി നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, SS സിസ്റ്റം അടുത്ത എക്സാമ്പിളാണ്. SS സിസ്റ്റം. ഇവിടെ L1 എന്ന് പറയുന്നത് 0 ആണ്, L2 എന്ന് പറയുന്നത് 0 ആണ്, X1 എന്ന് പറയുന്നത് 1/2, S2 എന്ന് പറയുന്നത് 1/2.
ഇപ്പോൾ ക്യാപിറ്റൽ എൽ എന്ന് പറഞ്ഞത് അക്കോർഡിംഗ് ടു എല്ലിൽ കപ്ലിംഗ് 0 ആയിരിക്കും. എക്സ് എന്ന് പറയുന്നത് 1 0 ആയിരിക്കും അക്കോർഡിംഗ് ടു എസ് എസ് കപ്ലിംഗ്. ഇനി ആദ്യത്തെ ചോയ്സ് എടുക്കുക. എൽ = 0, എക്സ് = 1. അപ്പോൾ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് എത്ര വരും? 2s + 1 എന്ന് പറയുന്നത് എത്ര വരും? 3 വരും. ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 വരും. ഓക്കെ, അപ്പോൾ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് x3 1. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കും ഇവിടെ ഒരു വാല്യൂ വരുന്നത് മൾട്ടിപ്ലിസിറ്റി 3 കാണിക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. ഇവിടെ 3 മൾട്ടിപ്ലിസിറ്റി 3 വാല്യൂസ് ഉണ്ട്, 3ഉം ഈക്വലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 1,1 എന്ന് നമുക്ക് 3ഉം 1 ആയിട്ട് തന്നെ നമുക്ക് എഴുതാം. അല്ലെങ്കിൽ സിംഗിൾ ടേം കൊണ്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇത് മീൻ ചെയ്യുന്നത് 3 ലെവൽസ് ഉണ്ട്, അതിൻ്റെ എല്ലാം വാല്യൂ 1 ആണ് എന്നാണ് മീൻ ചെയ്യുന്നത്. അടുത്തത് L = 0, എക്സ് = 0. മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് 1 ആണ് വരുന്നത്. J = 0. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിസിറ്റി 1, എക്സ് 0. ഇതായിരിക്കും റെപ്രസെൻറ്റേഷൻ. ഇങ്ങനെയാണ് നമുക്ക് റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ എത്ര വാല്യൂസ് ഉണ്ടെന്ന് ചോദിച്ചാൽ ടോട്ടൽ 4 ഐഗൺ സ്റ്റേറ്റാണ് വരുന്നത്. 3 ഇതിൽ വരുന്നുണ്ട്, 1 ഇതിലും വരുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ സ്പെക്ട്രൽ നൊട്ടേഷൻ നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ സ്പെക്ട്രൽ നൊട്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് നൊട്ടേഷൻ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഓഡ് ടേമും ഈവൻ ടേമും. ഓഡ് ടേം ആൻഡ് ഈവൻ ടേം. ഓഡ് ടേം ആൻഡ് ഈവൻ ടേം. ഈ വാക്യത്തിൽ തന്നെ ഉണ്ട് ഓഡ് ടേംസ്, ഈവൻ ടേംസ്. വാല്യൂ ഓഡ് ആവുന്ന കേസും വാല്യൂ ഈവൻ ആവുന്ന കേസും. ഏതിൻ്റെ വാല്യൂ? L1 + L2 എന്നതിൻ്റെ വാല്യൂ ഒരു ഈവൻ വാല്യൂ ആണെങ്കിൽ, ലൈക്ക് 0, 2, 4 ഈ വരുന്ന വാല്യൂ ആണെങ്കിൽ ദാറ്റ്സ് കോൾഡ് ഈവൻ ടേംസ് എന്ന് നമുക്ക് പറയാം. അതല്ല L1 + L2 എന്ന് പറയുന്നത് ഒരു ഓഡ് വാല്യൂ ആണ് വരുന്നതെങ്കിൽ ദാറ്റ് ടേംസ് ഈസ് കോൾഡ് ഓഡ് വാല്യൂ, ഓഡ് ടേം എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ റെപ്രസെൻറ്റേഷൻ ഓഡ് ടേംസ് ആണെങ്കിൽ മാത്രമേ നമ്മൾ റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മുകളിൽ 0 അല്ലെങ്കിൽ O എന്നുള്ളൊരു സിമ്പിൾ നമ്മൾ കൊടുക്കും. ഓക്കെ, x0 p0. അപ്പോൾ L1 + L2 ഈവൻ ആവുന്ന കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഓഡ് ടേമായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. L1 + L2 ഈവൻ ആവുന്ന കേസിൽ ഈവൻ ടേംസും, ഓഡ് ആവുന്ന കേസിൽ ഓഡ് ടേംസായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യാം. PD സിസ്റ്റത്തിൻ്റെ കേസിലുള്ള എക്സാമ്പിൾ. ഓക്കെ, PD സിസ്റ്റത്തിൻ്റെ കേസിലുള്ള എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യാണ്. PD സിസ്റ്റം. അപ്പോൾ അതിന് വേണ്ടി നമ്മളെ സിസ്റ്റം റെപ്രസെൻറ്റേഷൻ നമ്മൾ എഴുതാൻ പോവാണ്. ഇതാണ് നമ്മൾ PD സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾ. ഇവിടെ നോക്കാം, L1 = 1, L2 = 2. അപ്പോൾ L1 + L2 എന്ന് പറയുന്നത് എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. ദാറ്റ് ഈസ് എ ഓഡ് ടേംസ്. അപ്പോൾ PD സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഓഡ് ടേംസ് ആണ്. സോ നമുക്ക് ഇവിടെ എല്ലാം നമുക്ക് ഇതിനെ ഓരോ റെപ്രസെൻറ്റേഷനും O വെച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. O വെച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ദാറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് ഇറ്റ് വിൽ ദ ഓഡ് ടേംസ്. ദാറ്റ് മീൻസ് L1 ആൻഡ് L2, ദ സമ്മേഷൻ ഓഫ് L1 ആൻഡ് L2 ഈസ് ദ ഓഡ് വാല്യൂ. ഈവൻ ടേംസ് ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യേണ്ട, ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യും വേണ്ട. ഓഡ് ടേംസ് ആകുമ്പോഴാണ് നമുക്ക് റെപ്രസെൻറ്റേഷൻ ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഇക്വാലൻ്റ് ഇലക്ട്രോൺസ്. ഇക്വാലൻ്റ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ സെയിം വാല്യൂ ഫോർ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, if two electrons have same principal quantum number and orbital quantum number, എന്നും എല്ലും ഈക്വൽ ആവുന്ന കേസിലാണ് രണ്ട് ഇലക്ട്രോൺ ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ ആ ഇലക്ട്രോണിനെ നമുക്ക് ഇക്വാലൻ്റ് ഇലക്ട്രോൺസ് എന്ന് പറയാം. അപ്പോൾ ഇക്വാലൻ്റ് ഇലക്ട്രോൺസ് ആണ് അവിടെ കിട്ടുന്നതെങ്കിൽ ദാറ്റ് ടേം വിൽ ബി ഫോർബിഡൻ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യണം, നെഗ്ലക്റ്റ് ചെയ്യാം. കാരണം ആ ഒരു കേസിൽ എന്തുണ്ടാവില്ല, ഇലക്ട്രോൺ അല്ലെങ്കിൽ ഐഗൺ സ്റ്റേറ്റ് പ്രൊഡ്യൂസ് ചെയ്യില്ല. കാരണം പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഇവിടെ എന്ത് ചെയ്യും, വയലേറ്റ് ചെയ്യും. പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നതെന്ന് ചോദിച്ചാൽ രണ്ട് ഇലക്ട്രോണ് സെയിം ക്വാണ്ടം നമ്പർ വരാൻ പാടില്ല എന്നതാണ്. ഇവിടെ സെയിം N ആൻഡ് സെയിം L വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിച്ചു, ക്വാണ്ടം നമ്പർ ഈക്വലായിട്ട് വന്നു. ഈക്വലായിട്ട് വരികയാണെങ്കിൽ എക്സ് ഓൾറെഡി ഈക്വൽ ആയിരിക്കും, ദാറ്റ് ഈസ് 1/2.
ഫസ്റ്റ് ഇലക്ട്രോൺസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ എന്നും എല്ലും ഈക്വൽ ആവുന്ന കേസിൽ അവിടെ എന്ത് സംഭവിച്ചു? ഫോർബിഡൻ ആയിട്ട്, അതായത് പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അവിടെ വയലേറ്റ് ചെയ്തു. പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് സ്റ്റേറ്റ് ഇറ്റ് ക്യാൻ അലോഡ് ടു നോട്ട് അലോഡ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എങ്ങനെ കാണുന്നതെന്ന് ചോദിച്ചാൽ, ക്യാപിറ്റൽ എൽ പ്ലസ് എക്സിൻ്റെ വാല്യൂ ഈവൻ ആവുന്ന കേസിൽ ഇറ്റ് വിൽ ബി അലോഡ് കോമ്പിനേഷൻ. എൽ പ്ലസ് എക്സ് എന്ന് പറഞ്ഞത് ഓഡാണെങ്കിൽ it is not allowed. For example, if L is equal to 3, X is equal to 1, L plus X എന്ന് പറഞ്ഞത് എന്തായിട്ട് വന്നു? 4 ആയിട്ട് വന്നു. That terms will be allowed. ഇനി L is equal to 2, X is equal to 1 ആണെങ്കിൽ L plus X എന്ന് പറഞ്ഞത് 3 ആണ്. It is not allowed. അപ്പോൾ നമുക്ക് അലോഡ് ആണോ അല്ലെങ്കിൽ നോട്ട് അലോഡ് ആണോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കൺസെപ്റ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. സോ നമ്മൾ ആ പി ഡി സിസ്റ്റത്തിൻ്റെ കേസിലുള്ള കാര്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നുകൂടി നമ്മൾ നോക്കുകയാണ്. അതിൽ ഏതൊക്കെയാണ് 12 ഐഗൻ സ്റ്റേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ 12 ഐഗൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഓഡ് ടേംസാണ് നമുക്ക് കിട്ടി. ഇനി അത് അലോഡാണോ അതല്ല നോട്ട് അലോഡാണോ എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യാനുള്ളത്, നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം, എക്സാമ്പിളിലേക്ക് നമുക്ക് വീണ്ടും പോവാം. ഇവിടെ നോക്കാം, എല്ലും എക്സും നമുക്ക് ഓരോന്നിനും കേസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എൽ പ്ലസ് എക്സിൻ്റെ വാല്യൂ ഓഡാവുന്ന കേസ് ഇവിടെ നോക്കാം. എൽ പ്ലസ് എക്സ് 3 + 0 ഓഡാണ്. സോ ഇറ്റ് ഈസ് നോട്ട് അലോഡ്. അപ്പോൾ ഇത് അലോഡല്ല, നോട്ട് അലോഡ്. 3 + 1 4, ഇറ്റ് ഈസ് എ അലോഡ്. 2 + 0 അലോഡ്. 2 + 1 3, നോട്ട് അലോഡ്. 1 + 0 ഓഡ് ടേംസ് നോട്ട് അലോഡ്. 1 + 1 2 അലോഡ്. അപ്പോൾ അലോഡായിട്ടുള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞത് ഏതൊക്കെയാണ്? ഒന്ന് 3F 4 3 2 1D2 ഓഡ് ടേംസ് ആണ്. 1D2 3P2 1 0. അതായത് മൊത്തം 7 ഐഗൺ സ്റ്റേറ്റ് മാത്രമാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? അലോഡായിട്ടുള്ളത്. ബാക്കിയുള്ള എണ്ണം എന്തായിട്ടുണ്ട്? നോട്ട് അലോഡ്, അതായത് പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്യുന്ന ഒന്നാണ്. സോ ഇറ്റ് കൽ ബി നെഗ്ലക്റ്റഡ് ടു ദാറ്റ്. അപ്പോൾ ആ ഒരു കേസ് നമ്മൾ ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് ഈ രീതിയിലേക്ക് നമുക്ക് കിട്ടാം. അപ്പോൾ അലോഡും നോട്ട് അലോഡും നമ്മൾ പറയുന്നത് ഇക്വാലൻ്റ് ഇലക്ട്രോൺസ് എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ടാണ്. അതായത് എൽ പ്ലസ് എക്സിൻ്റെ വാല്യൂ ഈവൻ ആണെങ്കിൽ അത് അലോഡായിരിക്കും, അതുപോലെ ഓഡാണെങ്കിൽ നോട്ട് അലോഡായിരിക്കും. ഓക്കെ, അതാണ് ഇക്വാലൻ്റ് ഇലക്ട്രോൺസിൻ്റെ കേസിലുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞത്. അടുത്ത് നമുക്ക് ജെ കപ്ലിങ്ങിനെ കുറിച്ച്, LS കപ്ലിങ് പോലെ തന്നെ ഒന്ന് തന്നെയാണ് ജെ കപ്ലിങ്. അത്ര ഇമ്പോർട്ടൻസ് അല്ല എങ്കിൽ പോലും അതെന്താണ്, നമുക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, കാരണം ഇറ്റ് ഈസ് സിമിലർ. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. ജെ കപ്ലിങ്. ഓക്കെ, ഇപ്പോൾ ജെ കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ J1 നമുക്ക് കണ്ടെത്താൻ പറ്റും. 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഒന്നാമത്തെ ഇലക്ട്രോണിൻ്റെ ഓർബിറ്റൽ ആൻഗുലാർ മൊമെൻറ്റം L1, രണ്ടാമത്തത് x1 സ്പിൻ ക്വാണ്ടം നമ്പർ x1, മറ്റേത് L2 ആൻഡ് S2. അങ്ങനെയാണെങ്കിൽ J1 നമുക്ക് L1 + x1 മുതൽ L1 - x1 വരെയുള്ള വാല്യൂ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. J2 എന്ന് പറഞ്ഞാൽ L2 + S2 മുതൽ L2 - S2 വരെയുള്ള വാല്യൂസ് ആയിരിക്കും J2 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു ജെ കപ്ലിംഗ്, ക്യാപിറ്റൽ J is equal to മോഡുലസ് ഓഫ് J1 + J2 is tends to മോഡുലസ് ഓഫ് J1 - J2 ആയിരിക്കും. ഓക്കെ, ഈ രീതിയിൽ കാണുന്നതാണ് നമുക്ക് ജെ കപ്ലിംഗ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം ഒരു പി ഡി സിസ്റ്റത്തിൽ. കാരണം നമുക്ക് പി ഡി സിസ്റ്റത്തിൽ 12 ലെവൽസ് ഐഗൺ സ്റ്റേറ്റ് നമുക്ക് കിട്ടിയിരുന്നു. ആ 12 ഐഗൺ സ്റ്റേറ്റ് ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, റെപ്രസെൻറ്റേഷൻ ചെയ്യാൻ പറ്റില്ല, കാരണം എല്ലും ക്യാപിറ്റൽ എല്ലും ക്യാപിറ്റൽ J എക്സും നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. പക്ഷെ നമ്മളിതിവിടെ കണ്ടുപിടിക്കുന്നില്ല. പകരം എത്ര ഐഗൺ സ്റ്റേറ്റ് വരുന്നുണ്ട് എന്നുള്ള മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. അപ്പോൾ അത് ഈക്വൽ ആണോ എന്ന് നോക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ പി ഡി സിസ്റ്റമാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ പി സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. L1 is equal to 1, x1 is equal to 1/2, ഇപ്പോൾ J1 is equal to 3/2 1/2 എന്ന് നമുക്ക് കിട്ടും. അടുത്ത് ഡി സ്റ്റേറ്റ് L is equal to 2, x1 is equal to 1/2,
അപ്പോൾ J1 is equal to 5/2 and 3/2. ഓക്കെ, ഇനി ആദ്യത്തെ കോമ്പിനേഷൻ എടുക്കാം. J1 J2 ക്യാപിറ്റൽ J. ഓക്കെ, J1 എന്ന് പറഞ്ഞത് 3/2 എടുക്കുകയാണ്. ആ സമയത്ത് J2 എന്ന് പറഞ്ഞത് ഞാൻ എത്ര എടുക്കുന്നു, 5/2 എടുക്കുകയാണ്. അടുത്തത് 3/2 3/2 1/2 5/2 1/2 3/2. ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്ന കോമ്പിനേഷൻ. 4 പോസിബിൾ വേസ്. ഇനി J1 J2 കിട്ടിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ J അക്കോർഡിംഗ് ടു JJ കപ്ലിംഗ് 3/2 + 5/2 എത്ര വരും? 4 3 2 1 എന്നിങ്ങനെ വരും. 3/2 3/2 ആണെങ്കിൽ 3 2 1 0 എന്ന് വരും. 1/2 5/2 3 2 എന്ന് വരും. 1/2 3/2 2 1 എന്ന് വരും. അപ്പോൾ മൊത്തം എത്ര സ്റ്റേജ് ഉണ്ട്? 4 8 10 12 ഐഗൺ സ്റ്റേറ്റ് ഇതിലും പോസിബിളാണ്. അപ്പോൾ ഇറ്റ് ഈസ് സിമിലർ ടു LS കപ്ലിംഗ്. LS കപ്ലിങ്ങിലും 12 ഐഗൺ സ്റ്റേറ്റ് കിട്ടുന്നുണ്ട്, ഇവിടെയും 12 ഐഗൺ സ്റ്റേറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി ജെയുടെ വാല്യൂ ഈക്വൽ ആയിട്ടാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ജെയുടെ വാല്യൂ കമ്പയർ ചെയ്താൽ മതി. ഓരോ കേസിലും 4 ഒരു തവണ വരുന്നുണ്ടാവും, 3 എന്നുള്ളത് 1 2 3 തവണ വരുന്നുണ്ടാവും, 2 4 തവണ വരുന്നുണ്ടാവും, 1 2 തവണ വരുന്നുണ്ടാവും, ദെൻ 1 3 തവണ, 0 ഒരു തവണ. അപ്പോൾ അത് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഈക്വൽ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഇറ്റ് ഈസ് സിമിലർ ടു LS കപ്ലിംഗ്. LS കപ്ലിങ്ങും ഇതും എന്താണ്, സിമിലർ ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് കപ്ലിങ്ങിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അടുത്ത് നമുക്ക് അൺസ്റൂളിനെ കുറിച്ചും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അൺസ്റൂൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനിലേക്ക് പോകണം, സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ. സോ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.